മൈസൂരിലാണ് ഗൈസ്. മൈസൂരിലെ ഏത് സ്ഥലം എൻ്റെ ബാക്കിലുള്ള വാൾ കണ്ടിട്ടേ മനസ്സിലായി കാണും. അഫ്കോഴ്സ് മൈസൂർ പാലസ് ആണ് ഗൈസ്. പാലസിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണം. വാവ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരേണ്ട ഗൈസ്. സ്ഥലം കാണിക്കുന്നത് ഞാൻ തരുള്ളൂ. നമ്മൾ എല്ലാ സ്ഥലവും നോക്കി ഇതുവരെയ്ക്കുള്ള ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മൈസൂർ പാലസ് ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഗൈസ് ഇവിടെ കുറച്ച് ആളുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വ്ളോഗ് എടുക്കണമെന്നും പറഞ്ഞാണ് ഗൈസ് എന്തൊരു എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്താൽ വ്ളോഗ്. നമ്മൾ കഷ്ടപ്പാടുണ്ട് ഗൈസ് ചെറിയൊരു, എന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു ഗൈസ്. ഇതാണ് നമ്മളെ പരിപാടി. ഇതാണ് ഗൈസ്. ഡിഫറെൻറ്റ് കോണ്ടൻറ്റ്സ് കൊണ്ടുവന്നിട്ട് എല്ലാവരും കാണിക്കുന്നതിന് നമ്മളെ ജോലി. അത് ചെയ്തേ പറ്റൂ ഗൈസ്. പാലസ് കാണിക്കണ്ടേ ഗൈസ്? നമ്മളൊരു കാട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ മൈസൂർ ചുറ്റി കാണിക്കും കേട്ടോ. മൈസൂർ പാലസ് ഗൈസ് കണ്ടോ ഗൈസ്. ഗൈസ് ഇതാണ് പാലസ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഇതാണ് നമ്മൾ ഇതാണ് പാലസ്. പാലസ് പൊളിയല്ലേ ഗൈസ്? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. അടുത്തൊരു ആന്റി ഉണ്ട്, വെറുതെ മിണ്ടായിരുന്നു ഉണ്ണിക്കുട്ടാന്ന് പറഞ്ഞു ഗൈസ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ബിൽഡ്. പൊളിയല്ലേ? ഈ ബിൽഡ്സിനൊക്കെ സമ്മതിക്കണം ഗൈസ്. ഉണ്ടാക്കിയ നല്ല ആർക്കിയോളജി അനുസരിച്ചാണ്. ഇത് എത്രയാണ് ഈ കാടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളോട് പറഞ്ഞ ചില ആൾക്കാരൊക്കെയാണ് ഗൈസ്. ഒരാൾക്ക് 50 രൂപയാണ് ഗൈസ്. ഫ്രീ ആണെന്നാണ്. ഓക്കേ ഗൈസ്, ഇതാണ് പാലസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. കണ്ടു ഗൈസ്. ചില സ്ഥലത്തൊരു കട്ട് വന്ന സോറി ഗൈസ്. കണ്ടു ഗൈസ്. ഇതാണ് നമ്മുടെ മൈസൂർ പാലസ്. അത്ര നല്ല നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഒരു കട്ട്സ് ഒക്കെ വന്നു, കാരണം ഫോൺ കുലുങ്ങ്. എൻട്രൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് വെളിയിൽ എക്സിറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. ഇത് ഗൈസ്, ഇത് എക്സിറ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ ഇടാം. കണ്ടോ ഗൈസ്? കണ്ടോ ഗൈസ്? ഒരു ഫോട്ടോ എടുക്കുകയാണ് ഗൈസ് ഇതിൻ്റെ. ഗൈസ് ഇതാണ് ഫോട്ടോ പോയിന്റ്. കണ്ടോ ഗൈസ്? ഇതാണ് നമ്മളെ സ്ഥലം. കണ്ടോ? ഇതാണ് മെയിൻ പോയിന്റ്. കണ്ടോ ഗൈസ്? ഗൈസ് നമുക്കൊരു ഫോട്ടോ എടുക്കാം ഗൈസ്. കണ്ടോ? ഗൈസ് ഇവിടെ പിന്നെ ഒരു ഇതുണ്ട്, കാരണം നമുക്ക് ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഇവിടെ ആയതുകൊണ്ട് നമ്മളുടെ ഗൈസ് ക്യൂ ഒന്നും അല്ല ഇത് ഗൈസ്. കണ്ടോ ഗൈസ്? നമ്മൾ ഈ കാട്ടിൽ കയറി ഇരുന്നോണ്ട് ഉപയോഗമൊക്കെ ഉണ്ട്. എന്താ ഗൈസ്? ഈ സൗമ്യൻ്റെ ഉണ്ട് ഗൈസ്. വീഡിയോ ഒക്കെ എടുക്കുന്ന പക്ഷെ അയച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അയച്ചു പോലും തരൂല. മൈസൂർ അടിപൊളിയല്ലേ ഗൈസ്? നമ്മൾ ഈ ക്യാമറയിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ റിയൽ ലൈഫ് നിങ്ങൾ ഒന്ന് നോക്കണം ഗൈസ്. ഇതാണ് സ്ഥലം. ഗൈസ് കണ്ടോ ഗൈസ്? ഇതാണ് ഇവിടുത്തെ ഒരു എന്താണ് പറഞ്ഞ ഗാർഡൻ ടൈപ്പാ എന്തരാണ് ഗൈസ്. ഇതാണ് ഇവിടെ. നിങ്ങൾക്കൊരു സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്ഥലം എന്തിനു പറഞ്ഞാൽ ഭയങ്കര റോമാഞ്ചായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. കൊള്ളാം.
എൻ്റെ വ്ളോഗിൽ കഴിഞ്ഞാണത്തെ പോലെ ശല്യപ്പെടുത്തുന്ന ആൾക്കാർ ഇപ്പോൾ കുറവാണ്. ഇത്തവണത്തിൽ നല്ല ആൾക്കാരാണ് ഗൈസ്. ഏതൊരു ടെമ്പിളാണ് അറിഞ്ഞൂടെ ഏതാണ്? ഭുവനേശ്വരി ടെമ്പിൾ. ഓക്കെ, എന്നെ അല്ല മനസ്സിലാക്കുന്നുണ്ട്. ഇതേതാണ്? മൈസൂർ എൻട്രി ഗേറ്റ് ആണിത്. ഇതുവരെ കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇതെടുത്താലല്ല, എക്സിറ്റ് ഗേറ്റ് എന്തിനാണ്? കുറെ ഗേറ്റ് ഉണ്ട് മൈസൂർ. കണ്ടോ, മൈസൂർ പാലസ് ഭീമാകാരമാണ് ഗൈസ്. ഒന്ന് കട്ടായി പോയതാ വീഡിയോ. ഓക്കെ ഗൈസ്, പിന്നെ ഒരു ഇതുണ്ട്. ഇവിടെ മുമ്പ് ഭരിച്ചിരുന്ന ഓടയർ സാമ്രാജ്യമാണ്. ഓടയർ സാമ്രാജ്യം ആദ്യമൊക്കെ ഇത് ഫുള്ള് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇത് അപ്ഗ്രേഡ് ആക്കി സ്റ്റോൺ സ്റ്റൈൽ പോലെ ആക്കിയതാണിത്. ഇത് എന്ന് വെച്ചാൽ എന്തിനാണ്, ആ സമയത്ത് ഏറ്റവും വലിയ കൊട്ടാരത്തിൽ നിന്ന് ഒന്നായിരുന്നു. പിന്നെ ഇവിടെ ബ്രിട്ടീഷേഴ്സ് ടിപ്പു സുൽത്താന എന്തിനാണ് ഇതാ ഡീത്രോൺ ചെയ്ത. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ എന്തിനാ ഇതിനെ ബാക്ക് ടു വ്ളോഗ് കണ്ടോ ഗൈസ്. ആ കൊച്ചല്ല അന്ന് തന്നെ ശല്യം ചെയ്ത ആ കൊച്ചത് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വ്ളോഗ് നമ്മൾ ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയാണ്. കാരണം ഇതേപോലത്തെ അവസരം നമുക്ക് കിട്ടൂല. ഓക്കെ മൈ ബ്രദർ, ദിസ് ഈസ് സോ മച്ച് ഇംപ്രസീവ്. അപ്പോൾ ഓടയാർ സാമ്രാജ്യത്തിന് ഒരു ശാപം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്തിനാണ്, ഈ വിജയനഗര സാമ്രാജ്യം ഉണ്ടല്ലോ ഗൈസ്, ഈ വിജയനഗര സാമ്രാജ്യം ഇവിടെ നിന്ന് പോയില്ലേ. അപ്പോൾ ഈ അവിടുത്തെ എന്തൊരു മന്ത്രിയോ സേനാപതി എന്തോ ആണ് ഇവിടെ അടക്കി ഭരിച്ചു. വിജയനഗർ എംപയർ ഡിസ്ട്രോയ് ആയപ്പോൾ ഓടയാർ എംപയർ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ശാപം വെച്ചായിരുന്നു. ആ ശാപം എന്താണെന്ന് വെച്ചാൽ ഈ ഓടയാർ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും 50-60 വയസ്സ് മാക്സിമം പോകണ ഒരു 60 വയസ്സ് വരെ ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഉള്ള ഇതനുസരിച്ച് ഇത് റിയാലിറ്റി ആണെന്നാണ് ചിലവർ പറയാറുള്ളത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഹിസ്റ്ററി ഈസ് പ്യുവർ. അതുകൊണ്ട് ഇതാണ് നമ്മൾ മൈസൂരിലെ ആ സമയത്ത് കുറേ ടൈപ്പ് ഇതുണ്ടായിരുന്നു, വാതിലുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷേഴ്സിനെ തോൽപ്പിക്കാനായിട്ട് തോക്കും കണ്ടാ, അവിടെയൊക്കെ ഫുള്ള് തോക്കും കാര്യങ്ങളുമായിരുന്നു. നമ്മൾ അതൊന്നും കാണിക്കുന്നില്ലെന്നാണ് ഗൈസ്. വേറെ ഒന്നുമല്ലേ, കണ്ട് ഇവിടെ തോക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇൻവിസിബിൾ അല്ല, ഒളിപ്പിച്ചൊക്കെ വച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. ആർട്ടിലറി ആയിരുന്നു അന്നത്തെ കാലത്ത് ഫേമസ്. കണ്ടോ, ഇവിടെ ഫുള്ള് അടിപൊളി നേച്ചറാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല ഈ മരമൊക്കെ വെട്ടിത്തളിക്കണം എന്നുള്ളവർ ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത്. പറയാൻ പറ്റൂല ഗൈസ്. ഈ സ്ഥലത്തിന് ഷോർട്സ് നമ്മൾ ഇടുന്നതായിരിക്കും നല്ലപോലെ തന്നെ. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ലൈബ്രറി എന്തെങ്കിലും ആണ് ഗൈസ്. അല്ല, ലൈബ്രറി അല്ല, അവിടെ ഇത് ഏതോ ഒരു ഹോസ്റ്റേജ് റൂം പോലത്തെ സ്ഥലമാണ് ഗൈസ്. വേറെ ഒന്നുമില്ല, വ്ളോഗിൽ ഗൈസ് ഇവരൊരു ശല്യപ്പെടുത്തുന്നു ഗൈസ്. ഇവിടെ കുറെ അമ്മൂമ്മമാരുണ്ട് ശല്യപ്പെടുത്താനായിട്ട് ഗൈസ്. നമ്മുടെ വ്ളോഗിൽ തിരിച്ചു വരെയാണ് ഗൈസ്. കണ്ടോ, അത് ഏതമ്പലമാണ്? ഏഷ്യൻ ശ്രീ ഏതൊരു ടെമ്പിളാണ്, നമ്മൾ നോക്കൂല ഇതൊന്നും. ലക്ഷ്മി ദേവിന്റെ ആണെന്നാണ് പറയുന്നത്. വാ, ഇവിടെ റൂംസ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് കേട്ട്. ആർക്കറിയാം ഇവിടെ റൂംസ് എടുക്കാൻ പറ്റുന്ന? എടുക്കണമെങ്കിൽ ഞാൻ എടുക്കൂല. വേറെ സ്ഥലം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മൾ കയറിയ സ്ഥലമല്ലേ ഇത്? അല്ല അല്ലേ, ഇല്ല, ഇതിവിടുത്തെ ഒരു മാർക്കറ്റ് ടൈപ്പ് എന്തൊരാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്ക് ടു ദ വ്ളോഗ്. നിങ്ങൾക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയെങ്കിൽ കമന്റിൽ പറയണം. കണ്ടാ ഗൈസ്, എല്ലാവർക്കും ഇതിൽ കയറണമെങ്കിൽ കാർഡിൽ 50 എന്നാണ്. ഒരാൾക്ക് 50 ആണ് ഗൈസ്, ഒരാൾക്ക് 50 ഗൈസ്. കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? എന്നുവെച്ചാൽ ഇവിടെ ഒരു ഫോറസ്റ്റ് റീജിയന് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. കണ്ടോ, ഇവിടെ ഒത്തിരി ക്ലീനൊക്കെ ആക്കുന്നുണ്ട് ആൻറ്റിമാര്. സ്വച്ഛ് ബാംഗ്ലൂർ. യെസ്, എനിക്ക് തോന്നുന്നു കർണാടകയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ്. ആദ്യം വരുന്ന ബാംഗ്ലൂർ, സെക്കൻഡ് വരുന്ന മാംഗ്ലൂർ, തേർഡ് വരുന്ന മൈസൂർ. കർണാടകയുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. സോറി ഗൈസ്. കണ്ടു ഗൈസ്, പുകർത്തുണ്ട് ഗൈസ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത്ര ചമ്മിയൊക്കെ പോകുന്നേ ഗൈസ്. നമ്മൾ നടക്കാൻ തുടങ്ങി. ഇനി ഞാൻ നിങ്ങൾക്ക് നടന്ന് കാണിച്ചു തരാം.
നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളുമാണ്. കണ്ടോ ഗൈസ്, ഇതാണ് എന്റെ തൊപ്പിക്കള്ളം ഗൈസ്. ഇതാണ് എന്റെ ആ ഒരു കള്ളം ഗൈസ്. കണ്ടോ മുഖം കാണിക്കില്ല ഇവര്, മുഖം റിവീൽ ഇങ്ങനെ ഗൈസ്. ഇത്ര നേരം ബഹളം ഉണ്ടാക്കിയൊരു ആന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ സ്കൂട്ടറിന്റെ ചെറിയ ഗൈസ്. ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് തോന്നിയാൽ, ഈ സ്ഥലത്ത് എന്തിനാണ് അറിയുന്ന അറ്റ്മോസ്ഫിയർ നല്ലതാണ് ഗൈസ്. ഈ സ്ഥലത്ത് അറ്റ്മോസ്ഫിയർ കൊള്ളാം. അതുമാത്രമല്ല എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തിട്ടാണ് ഇവിടെ ഒരു വീടുണ്ടാക്കി ജീവിക്കാൻ തോന്നുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ല. വേണ്ടായിരുന്നു ഗൈസ്. അതായിരുന്നു മൈസൂരിന്റെ മെയിൻ ഗേറ്റ് ആണത്. കണ്ടോ, ഇതാണ് മൈസൂരിലെ മെയിൻ ഗേറ്റ്. കാണാൻ കഴിയും നിങ്ങൾക്ക്. കണ്ടോ, എന്നാണ് എൻ്റെ അന്നത്തെ ഒരു വിശ്വാസം അനുസരിച്ചാണ് കുറെ നാളായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കണ്ടോ, നമ്മള് മെയിൻ പാലസിന് മുമ്പിൽ കയറുമ്പോ അവിടെ മുകളിലൊരു റെഡ് കളറിലല്ലേ ഒരു പള്ളിന്റെ സാധനം പോലെ കാണുന്നത് ഗൈസ്. കണ്ടോ, ഇതാണ് ഒരു മൈസൂർ ഫോർട്ട് എന്ന് പറയാം. എന്നിട്ട് മൈസൂരിലാ ഒരു ടൈപ്പ് ഓഫ് ഫോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതും ഈ ഒരു സിറ്റിയുടെ മുമ്പ് എന്താണ് പറയുന്നത്, വുഡ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിറ്റി. നമുക്ക് ഇവിടുന്ന് മുമ്പിലോട്ട് കണ്ടോ ഗൈസ്. ഈ സ്ഥലം എന്തൊരു അടിപൊളിയല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണ ഇവിടെ വരണം ഗൈസ്. കണ്ടോ ഗൈസ്, ഓ പൊളി സ്ഥലം അല്ലേ ഗൈസ്. ഇതിനകത്തൊരു ചളി അടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം. പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യം. പക്ഷേ ഈ സ്ഥലം എനിക്ക് കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞ. കണ്ടോ ഈ സ്ഥലം കണ്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓഫീസാണ്, അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷ് സമയത്താണോ വെച്ചെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ഭയങ്കര പരേതാണ് ഗൈസ്. ഇവിടേക്ക് വെച്ച് ഫോട്ടോ എടുക്കാൻ എന്ത് രസം എന്നറിയാമോ ഗൈസ്. ഇവിടെ അതാണ് ഭുവനേശ്വരി കാണിച്ചു തരണേ. അതാണ് ഭുവനേശ്വരി ടെമ്പിൾ. ഈ ടെമ്പിൾ മൈസൂരിനകത്തായതുകൊണ്ട് ഒരു ദുഃഖ വാർത്ത പെട്ടെന്ന് തന്നെ ഗൈസ്. നമ്മൾ ഇതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകണം. മൈസൂരിനകത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വേറെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡായില്ല. പക്ഷെ നമ്മളിതാ ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഒഴിവുള്ള റീൽസിൽ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ മഴ പെയ്യുമ്പോഴാണ് മെയിൻ റീലാണ് ഗൈസ്. കണ്ടിട്ടില്ലേ, റീലാവും, യൂട്യൂബ് ഷോർട്സ് ആവും. കണ്ടോ, ഞാൻ നിങ്ങൾ വേറൊരു ലെജൻഡ് മൈസൂരിലെ മെയിൻ പോർഷനിൽ നിന്നൊന്ന് അങ്ങോട്ട് വാ കാണാം ഗൈസ്. മൈസൂരിലെ മെയിൻ പോർഷനിൽ നിന്ന് ഒന്നായ നമ്മൾ മൈസൂരിൽ ലൊക്കേറ്റിംഗ് പാർട്ടായ ദിസ് ഈസ് ടു മച്ച് ഹോബി. മുമ്പ് ഇവിടേക്ക് നമുക്ക് തോടയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അതൊന്നും നടക്കൂല. മുമ്പൊക്കെ തോടായിരുന്നു. ഗൈസ് ബാക്ക് ടു ദ വ്ലോഗ്. കണ്ടോ കാണാൻ എന്ത് രസമാണ് ഗൈസ്. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കണം ഗൈസ്. ഉണ്ട് ഗൈസ് വേൾഡ് റെക്കോർഡ് ഇതിന്. താഴെയൊക്കെ ഉണ്ടോ. ഇതാണ് മൈസൂരിലെ വ്ലോഗ്. കണ്ടോ സ്ഥലം കാണിച്ചോണ്ട് വരാം. കണ്ടോ മൈസൂരിൻ്റെ കുറേ ആനകളുണ്ട് ഗൈസ്. അതാണ് അവിടെ പ്രത്യേകത. മൈസൂരിൽ പറഞ്ഞതിന് മുന്നേ അവിടെ കുറച്ച് ആനകളൊക്കെ നമ്മൾ റോഡിൽ കണ്ടായിരുന്നു. ഇതാണ് മൈസൂർ മന്ത്രിമാരും. ടിപ്പു സുൽത്താനാണെന്ന് തോന്നുന്നു അല്ലേ? അത് ടിപ്പു സുൽത്താനാണെന്ന് തോന്നുന്നു. ആണോ?
സെൻറ്ററിൽ ഇരിക്കുന്ന ടിപ്പു സുൽത്താനാണെന്നാണ് ചിലർ പറയുന്നത്. കണ്ടോ, മൈസൂർ ആർമിയാണ്. കണ്ടോ, ഭയങ്കര പവറല്ലേ മൈസൂർ ആർമിക്ക്. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സ്ഥലം ഭയങ്കര രോമാഞ്ചമായിരിക്കും. Goosebumps, yes, goosebumps. കണ്ടോ, ഹിസ്റ്ററി ഉണ്ടോ? ഞാൻ അവിടെ പറയാം. കണ്ടോ, കണ്ടോ, കണ്ടോ. എൻ്റെ കൈ വീടിൻ്റെ ഇടയ്ക്കായിരുന്നു, സോറി. കണ്ടോ, ചാമുണ്ടി ഹിൽസ് ഗൈസ്, ചാമുണ്ടി ഹിൽസ്. പക്ഷെ അവിടെ കയറുന്നതാണ് എല്ലാവരും മരിച്ച കഴിഞ്ഞ വ്ലോഗിൽ കണ്ടിരുന്നത്. ഭയങ്കര മടിയാണ് ഗൈസ് എല്ലാവർക്കും അവിടെ കയറാൻ. മഴ പെയ്തിരുന്നെങ്കിൽ നല്ല റീൽ എടുക്കായിരുന്നു. ആവശ്യമുള്ള സമയത്ത് ബാംഗ്ലൂർ മഴ പെയ്യാറില്ല മൈസൂരിൽ. പോയി കണ്ടോ, പണ്ടത്തെ ജനലുകളാണത്. പണ്ടുള്ള ജനലുകളിന് ഒന്നിന് കുറവല്ല, എല്ലാം സൂപ്പറാണ്. വേറൊരു കാര്യം കാണിച്ചു തരാം. വേറെ ഇവിടുത്തെ ടൈലുണ്ടോ ഗൈസ്? ഗൈസ് ഇവിടുത്തെ ടൈല് അടിപൊളിയാണ്. ഇതുണ്ടോ? ഹായ് ഗൈസ്, ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഗൈസ്. എന്തേ ആരെന്ന് അതെന്തോന്ന് ഗൈസ്. കണ്ട ഗൈസ്, ഇതെന്തിനാ? മൈസൂർ ടൈഗറാണ്. ടൈഗർ ഓഫ് മൈസൂർ ഉണ്ടാക്കിയാണ് ഗൈസ്. മുതുവിൻ്റെ ബാക്കിലൊരു കൊതു അടിച്ചു. കൊതുവിൻ്റെ ബാക്കിലുണ്ട് ഗൈസ്. ഗൈസ് ഗുണാക്കി അയ്യോ എൻ്റെ ഗുണാക്കാവുന്നതാണ് ഗൈസ്. അവിടെ ഫുള്ള് പൊട്ടിയ മരകഷ്ണങ്ങളാണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. പക്ഷെ അറിയാതെ വീഡിയോ ഇത് തുടക്കരുത് ഗൈസ്. ഇത് റീൽ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വിസിറ്റ് ചെയ്തേ പറ്റുമല്ലേ ഗൈസ്? എല്ലാവരും പോയിട്ടുണ്ട് ഈ സ്ഥലത്ത്. കണ്ടോ, കണ്ടെടുത്ത ഓരോരോ ടൈൽസ് കണ്ടോ നിങ്ങൾ? ഇവിടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറിക്കൂടാ, കാരണം ഇവിടെ അഴുക്കാവും. കണ്ടോ ടൈൽസ് കണ്ടോ നിങ്ങൾ? എൻ്റെ ഇവിടുത്തെ ഡോറാണ് നിങ്ങൾ നോക്കിയോണ്ടോ? നല്ല ശക്തിയുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഡോറാണോ? മെറ്റലല്ല, ഇതാണ് കണ്ടോ. ഞങ്ങൾ ഫ്ലോറൊന്നും അധികം കാണിക്കുന്നില്ല ഗൈസ്. പിന്നെ കണ്ടോ ഗൈസ്, ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല ഗൈസ്, ഒന്നും പറ്റിയില്ല ഗൈസ്. ഒന്നും പറ്റില്ല ഗൈസ്. എൻ്റെ തൊപ്പിയൊന്ന് വീണു. എടുക്കാൻ എനിക്ക് കണ്ണാടി ഗൈസ്. ആരുടെങ്കിലും കാലിക്കയറി കൊല്ലും. കണ്ണാടി പൊട്ടി ഗൈസ്. താങ്ക്സ് കണ്ണാടി.
ഗൈസ്, നമുക്കിതൊന്നും പ്രശ്നമല്ല. അതെന്തായാലും പൊട്ടിപ്പോകണ്ടേ. ഇത് യഥാർത്ഥ ആനയുടെ തലേന്നാണ് കുറച്ച് പേര് പറയുന്ന. ചെറുതാണ് ഗൈസ്. അങ്ങനെ കണ്ണാടി പൊട്ടി, കണ്ണാടി പൊട്ടി ഗൈസ്. കണ്ടോ വീടിനകത്ത് കണ്ടോ? ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കിയ കാര്യങ്ങള്. ഓ, നമ്മളൊന്ന് പുറത്തുനിന്ന് നോക്കിയില്ല ഗൈസ്. അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ടോ, ആ സമയത്തായിരുന്നു നമ്മൾ അവിടുത്തെ കാട്. അപ്പം നമ്മളുള്ളത് ആ സ്ഥലത്താണ്. അവിടെ എന്തിനാണ് അവിടെ അത്രയ്ക്ക് എന്തോന്ന് ഇവിടെ ഭയങ്കര. അവിടെ സ്വർണത്തിന്റെ എന്തെങ്കിലും ഉണ്ട്, തിളങ്ങുന്നു. രാജാവിന്റെ ഇരിപ്പിടം ഗായ്സ്. എന്താ രാജാവ് ആ സമയത്ത് ഇരിക്കുന്നതിന് മുകളിൽ രാജാവ് പല്ലക്കല്ലേ ഗൈസ്. എന്തിനാണ് ബാഗിലുണ്ട് ആനയുടെ കൊമ്പുണ്ട്. അവിടെ ആനയുടെ കൊമ്പുണ്ട് ഗൈസ്. ആനയുടെ 2 കൊമ്പ് മോനെ, നീളമുള്ള മാമോറസ്റ്റിന്റെ ഇതെല്ലാം നമ്മൾ ഒരു സാധനം മാറ്റിയിട്ടില്ല. നമ്മളാരും പച്ച പോലെയാണ് എല്ലാം ഇരിക്കുന്ന ഗൈസ്. എൻ്റെ ഇത്ര ആളായിരുന്നു ഇവിടെ. എൻ്റെ കണ്ണാടി വരെ ഒരുത്തൻ തെറിവച്ചിട്ട് ഓടി ഗൈസ്. അവൻ എന്നെ കണ്ടെങ്കിൽ അവൻ്റെ മോന്തയ്ക്ക് ഇടി കൊടുക്കും. കണ്ടോ, ഇത് ഇവിടുത്തെ നമ്മളെ വീട്ടിലെ ടൈൽസാണ് ഇവിടുത്തെ. ഇത് കണ്ടോ, രസമുണ്ടല്ലേ. ഗൈസ്, മറ്റേ ഏതൊരു പോക്കിമോൺ അവിടെ ഉണ്ട്. ഇത് നമ്മളെ ഗണപതി. ഗൈസ്, ഇതാണ് എവിൽ പേഴ്സൺ. കണ്ടോ കണ്ടോ ഗൈസ്, വെളി കാണിച്ചു. ഗൈസ് കണ്ടോ. യെസ്, കണ്ടില്ലേ ഗൈസ്. എൻ്റെ ഈ ഫോണിൻ്റെ കവർ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ടാ. കണ്ട 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 വാതിലുകളുണ്ടോ ഗൈസ്. വീഡിയോയിലത്തെ മെയിൻ ആള് തന്നെ യഥാർത്ഥ നമ്മുടെ ടിപ്പു സുൽത്താൻ. ഇവിടെ ഒരു വിഷമത്തിൻ്റെ കാര്യം നടന്നു. എൻ്റെ വ്ളോഗ് ഗൈസ് കട്ടായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, എന്നെ വേറെ ഇതെടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മളെ പാലസ് എല്ലാം കഴിഞ്ഞു പോയി ഗൈസ്. അത് മാത്രമല്ല അവിടെ ഭയങ്കര ആൾക്കൂട്ട് വരുന്നു. എൻ്റെ ഫോണെല്ലാം ഇപ്പം തറയിൽ വീണിരിക്കുക വരുന്നു. അതുകൊണ്ട് ഗൈസ് അത് മാത്രമല്ല, ഇനി ചെരുപ്പിട്ടിട്ട് വെളിയിറങ്ങിയാൽ മതി ഗൈസ്. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. I look at you and it's easy to see you are that someone I've been trying